ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എഗ് മഞ്ചൂരിയനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ എഗ് മഞ്ചൂരിയൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മുട്ട തന്നെയാണ്. ഞാനിപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ മുട്ടയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്കൊരല്പം എണ്ണ ഒന്ന് പൊട്ടി കൊടുക്കാം. എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഈ സോസ് പാനിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒഴിച്ച് തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവി ചെമ്പിലും തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ആവി ചെമ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നതെങ്കിൽ ചെറിയൊരു ടിഫിൻ ബോക്സിനകത്തേക്ക് ഈ നമ്മുടെ മുട്ടയുടെ മിക്സ് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയിൽ വെക്കുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2-3 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടയെല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം നമ്മൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇനി വേണ്ടത് നമ്മളിതിലേക്ക് എണ്ണയൊക്കെ പൊട്ടി കൊടുത്തിരിക്കുന്നതിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്നൊരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി കൊടുത്താൽ മാത്രം മതിയാവും. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഞാനിപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് കമഴ്ത്തി തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു കത്തി വെച്ചിട്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് ഫസ്റ്റ് നമുക്ക് ഒരു 1/4 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ ചോളം മാവ്, നമ്മുടെ കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇനിയിപ്പോൾ ഈ കോൺഫ്ലോർ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് മൈദാമാവിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അത് 1/2 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്തിട്ട് അതങ്ങനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണ്. അതുപോലെ തന്നെ ഈ മാവിന് ഇത്രയും ആവശ്യമായിട്ട് ഒരല്പം മാത്രം ഉപ്പും കൂടി. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല കട്ടിയായിട്ടുള്ളൊരു ബാറ്ററായിട്ടും തയ്യാറാക്കിയെടുക്കണം. ഇതുപോലെ നല്ല കട്ടിക്ക് ഒന്ന് ബാറ്റർ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ പീസൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയൊക്കെ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം എണ്ണ മതിയാവും. അപ്പോൾ അതിലേക്ക് നമ്മളിതാ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് സമയത്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടിക്കോളും. 2 സൈഡും ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ചുകൂടി ഉണ്ട്, അതുകൂടി ബാക്കിയും കൂടി നമുക്ക് ചെയ്തെടുക്കാൻ പെട്ടെന്ന് തന്നെ. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ആവശ്യമായിട്ടുള്ള ഗ്രേവി കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വളരെ കുറച്ച് മാത്രം എണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടിയാണ്. അതുപോലെ തന്നെ
1 ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിൽ ഇത് രണ്ടും കൂടി ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു വലിയ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടിയാണ്. ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 സവാള വേണ്ടി വരും. സവാളയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മുടെ സവാളയൊക്കെ ഒന്ന് കുഴഞ്ഞ് കിട്ടണം, അതുവരെ മാത്രം മതിയാവും. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മുടെ സവാളയൊക്കെ ചെറിയ രീതിയിലൊന്ന് കുഴഞ്ഞ് തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം കൂടിയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പും കുറച്ചും കൂടി കൂടുതലായിട്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളറുണ്ടോ അതൊക്കെ ചേർക്കാം. ഏതെങ്കിലും ഒരു കളർ മാത്രമേ ഉള്ളൂവെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഗ്രേവി തയ്യാറാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ചട്ടപ്പടിയെ നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുപാട് സമയത്ത് എല്ലാം കൂടി കുഴപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ രീതിയിൽ മാത്രം ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതിയാവും. ഇതുപോലെ ഒന്ന് ചൂടായി വഴണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയേക്കണം. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടതാണ് ഒരു 2 ടീസ്പൂൺ അളവിൽ ചില്ലി സോസും കൂടി. അപ്പോൾ ചില്ലി സോസ് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ നിറയെ സോയ സോസും കൂടിയാണ്. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നിറയെ കോൺഫ്ലോർ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർക്കണം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് കോൺഫ്ലോറിൻ്റെ അളവ് എടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് എത്രത്തോളം ഗ്രേവി കൂടുതൽ വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒരു 30 സെക്കൻഡ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ കോൺഫ്ലോറിൻ്റെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ നമ്മൾ പൊരിച്ച് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതുപോലെ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ വെച്ച് നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. ബിരിയാണിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെയോ ദോശയുടെ എന്തിൻ്റെ കൂടെയോ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കുന്നവരെല്ലാവരും ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിച്ചേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.